സോ ഫൈനലി നമ്മൾ ചാമ്പ്യൻസ് ട്രോഫി ജയിച്ചിരിക്കുകയാണ്. 12 വർഷത്തിന് ശേഷം ചാമ്പ്യൻസ് ട്രോഫി ഫൈനലി നമ്മൾ വിജയിച്ചിരിക്കുകയാണ്. ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷമാണ് നമ്മൾ T20 വേൾഡ് കപ്പ് ജയിച്ചത്. ഈ വർഷം മാർച്ച് ആയതേ ഉള്ളൂ. അപ്പോഴേക്കും നമുക്ക് വീണ്ടും ഒരു ICC ടൂർണമെന്റ് വിജയിക്കാൻ പറ്റി. രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസി എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അൺബീറ്റൻ ആയിട്ടാണ് നമ്മൾ ഈ ചാമ്പ്യൻസ് ട്രോഫി ജയിച്ചിരിക്കുന്നത്. സോ അതൊരു വലിയൊരു അച്ചീവ്മെന്റ് ആണ്. നമുക്കറിയാം 2023 വേൾഡ് കപ്പ് നമ്മുടെ ഇതുവരെയുള്ള ഏറ്റവും ബെസ്റ്റ് വേൾഡ് കപ്പ് ആയിരുന്നു. ഫൈനൽ വരെ ഒരു വൺ സൈഡഡ് ആയിട്ട് തന്നെയായിരുന്നു നമ്മൾ കളിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഈ ഒരു ചാമ്പ്യൻസ് ട്രോഫി നോക്കുവാണെങ്കിൽ നമ്മൾക്കൊരു കോമ്പറ്റീഷൻ തരാൻ പോലും ഒരു ടീമിനും പറ്റിയിട്ടില്ല. ആൻഡ് ഫൈനലിൽ വിരാട് കോഹ്ലിയുടെ വിക്കറ്റിന് ശേഷം രോഹിത് ശർമ്മ, ഗില്ല് വിക്കറ്റ് പോയതിനു ശേഷം ഇന്ത്യ കുറച്ചൊന്ന് പരുങ്ങലിലായി. പക്ഷെ എന്നാലും KL രാഹുൽ ആണെങ്കിലും ഹാർദിക് ആണെങ്കിലും ടുവേർഡ്സ് ദി എൻഡ് ജഡേജ ആണെങ്കിലും നല്ല രീതിയിൽ നമ്മളെ ഒരു ഫൈനൽ ലൈൻ ക്രോസ് ചെയ്തു. ഫൈനലി വി വോൺ ദ ചാമ്പ്യൻസ് ട്രോഫി. ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ഒരു വേൾഡ് കപ്പ് ഫൈനൽ മിസ്സായി. പക്ഷേ T20 വേൾഡ് കപ്പും ചാമ്പ്യൻസ് ട്രോഫിയും നേടി 2 ICC കപ്പുകൾ നേടുന്ന രണ്ടാമത്തെ ഇന്ത്യൻ ക്യാപ്റ്റനായി മാറിയിരിക്കുകയാണ്. എന്തൊക്കെയാണ് ഷിഹാബ് ഇതിന്റെ ഇനീഷ്യൽ തോട്ട്സ്? ഞാൻ ആദ്യം രോഹിത്തിലോട്ട് വരാം. രോഹിത് ശർമ്മ ആക്ച്വലി തകർന്നു പോകേണ്ട ഒരാളാണ്. കാരണം അത്രയും ഡോമിനന്റ് ആയിട്ട് അയാൾ തന്നെ മുന്നിൽ നിന്ന് നയിച്ചു പോയ ഒരു വേൾഡ് കപ്പാണ് 2023 വേൾഡ് കപ്പ്. ഡോമിനന്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ഡോമിനന്റ് ടൂർണമെന്റുകളിൽ ഒന്നാണ് ഈ കഴിഞ്ഞ ഏകദിന വേൾഡ് കപ്പ്. അതിലയാള് ഫൈനലിലും നല്ല തുടക്കം നൽകണം. പക്ഷെ അൺവാണ്ടഡ് ഷോട്ട് കളിച്ച് ആ ടീം പിന്നെ തകർന്നടിയാണ്. ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു വേൾഡ് കപ്പ് തന്നെ നഷ്ടപ്പെടുകയാണ്. ഞാൻ കരുതിയിരുന്നത് രോഹിത് തകർന്നു പോകുന്നത്. പക്ഷെ രോഹിത് അവിടുന്ന് തിരിച്ചു വരികയാണ്. T20 വേൾഡ് കപ്പിലും ലീഡിംഗ് സ്കോറേഴ്സിൽ ഒരാളായിട്ടും ഈ ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ നല്ലൊരു ഇന്നിങ്സ് കളിച്ചിട്ട് ഒരിക്കലും അൺവാണ്ടഡ് ഷോട്ടിന് ട്രൈ ചെയ്യുന്നേ ഇല്ല ആള്. ഈവൻ ഗില്ലിന്റെ വിക്കറ്റ് പോയപ്പോഴും ആള് പതർച്ച കളയിട്ടിരുന്നില്ല. പിന്നെ 2 മെയ്ഡൻ ഓവേഴ്സ് വന്നപ്പോഴാണ് അയാളെ കയ്യിൽ നിന്ന് ഫ്രസ്ട്രേഷൻ രൂപപ്പെട്ട വിക്കറ്റ് പോകുന്നത്. സ്റ്റിൽ അയാൾ നേടിയ 70ഓളം വരുന്ന റൺസ് വാല്യുബിൾ ആയിട്ടുള്ളതാണ്. സോ ആസ് എ ക്യാപ്റ്റൻ അയാൾ ബാറ്റ് കൊണ്ടും പിന്നെ ഫീൽഡിലെ ക്യാപ്റ്റൻസി കൊണ്ടും നല്ല രീതിയിൽ ത്രൂ ഔട്ട് ദ ടൂർണമെന്റ് ഇന്ത്യയെ നയിച്ചിട്ടുണ്ട്. പിന്നെ ഇന്ത്യ ആക്ച്വലി വെൽ ഡിസേർവിംഗ് ആയിട്ടുള്ള വിന്നാണ്. ഇന്ത്യക്ക് ഒരു കോമ്പിറ്റന്റ് ആയിട്ടുള്ള ഒരു ടീമും ഈ ടൂർണമെന്റിൽ ഉണ്ടായിട്ടില്ല. പിന്നെ ഫൈനലിൽ ന്യൂസിലൻഡിന് ആ വിക്കറ്റിന് ശേഷം കോമ്പറ്റീഷൻ ഇന്ത്യക്ക് കാഴ്ചവെക്കാൻ പറ്റിയോ മാത്രം. എനിക്ക് തോന്നുന്നു അയ്യറുടെ വിക്കറ്റ് പോയിരുന്നെങ്കിൽ ചിലപ്പം മാച്ച് ഒന്ന് ടൈറ്റ് ആയാണ്. അയ്യറും അക്ഷറും കൂടെ നേടിയ ആ പാർട്ണർഷിപ്പ് കുറച്ച് സ്ലോ ആയിരുന്നെങ്കിൽ പോലും ആ പാർട്ണർഷിപ്പ് ഒന്ന് ഇന്ത്യയെ ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നു. സ്റ്റിൽ ഇന്ത്യക്ക് സിമ്പിൾ ആയിട്ട് വിജയിക്കാൻ പറ്റുന്ന രീതിയിൽ ബേസ് അവിടെ ലോകത്ത് ഇട്ട് കൊടുത്തിരുന്നു. പിന്നെ അത് വിജയിപ്പിച്ചില്ലെങ്കിൽ ആ 5 ബാറ്റേഴ്സ് പിന്നെ അവര് വിമർശനം അറിയിക്കുന്ന തരത്തിലുള്ള കാര്യമായിരിക്കും അത്. കാരണം അത്രയും സിമ്പിൾ ആയിട്ട് വിജയിക്കേണ്ട ഒരു കളിയാണ്. കുറച്ചൊന്ന് പരിങ്ങലായിരുന്നു മാത്രം. പിന്നെ രാഹുലും ഹർദിക്കും ഒന്ന് ലാസ്റ്റ് അറ്റാക്ക് ചെയ്ത് ഒന്ന് കളിച്ച് സിമ്പിൾ ആയിട്ടുള്ള ഒരു വിജയം. ന്യൂസിലാൻഡ് സ്പിന്നേഴ്സിനെതിരെ കുറച്ച് സ്ട്രഗിൾ, സ്പിന്നേഴ്സിനെതിരല്ല സാനർക്കും ബ്രേസ്വെലിനെതിരെ മാത്രം സ്ട്രഗിൾ ചെയ്തു. ഫിലിപ്സിനെയും രജിനെ അങ്ങനെ സ്ട്രഗിൾ ചെയ്തില്ല. രജിന് വിക്കറ്റ് കിട്ടിയെങ്കിൽ പോലും രജിന് അത്ര സ്ട്രഗിൾ ചെയ്തിട്ടില്ല ഇന്ത്യ. ബ്രേസ്വെലിനെതിരെയും സാനർക്കെതിരെയും നല്ല രീതിയിൽ ഇന്ത്യ സ്ട്രഗിൾ ചെയ്ത്. അങ്ങനെ ഒരു ബോളർ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇന്ത്യൻ മിഡിൽ ഓർഡർ ബാറ്റേഴ്സിന് കുറച്ച് പ്രഷർ മുന്നിരുന്ന് മത്സരം ഇന്ത്യയുടെ കയ്യിൽ നിന്ന് പോകാൻ ചാൻസ് ഉണ്ടായിരുന്നു. സഞ്ജയ്, നമ്മള് ഇന്നലെ പ്രിവ്യൂല് നമ്മൾ സംസാരിച്ചിരുന്ന ഒരു കാര്യം ടോസിന്റെ കാര്യമാണ്. 14 കണ്ടിന്യൂസ് ആയിട്ട് 14 ടോസുകളാണ് ഇന്ത്യ തോറ്റത്. ഇന്ന് ടോസ് തോറ്റതോടുകൂടി 15 ടോസ് ആണ് ഇന്ത്യ കണ്ടിന്യൂസ്ലി തോറ്റത്. അതിൽ 12 ടോസും രോഹിത് ശർമ്മയുടെ പേരിലാണ്. ഇതിനു മുമ്പ് ഇത്രയും ടോസുകൾ പരാജയപ്പെട്ട ക്യാപ്റ്റൻ ബ്രയാൻ ലാറയാണ്. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം രോഹിത് ശർമ്മയ്ക്ക് ആ ഒരു റെക്കോർഡ് പങ്കിടുകയാണ് ബ്രയാൻ ലാറയ്ക്കൊപ്പം. ന്യൂസിലൻഡ് ബാറ്റ് ഫസ്റ്റ് ചെയ്തു. ഒബ്വിയസ്ലി ഫൈനൽ ആയതുകൊണ്ട് മാക്സിമം റൺസ് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് ന്യൂസിലൻഡ് ഫസ്റ്റ് ബാറ്റിംഗ് ചെയ്തു. പക്ഷേ ഇന്ത്യ മേ ബി ചിലപ്പോൾ ഇന്ത്യ ഫസ്റ്റ് ബാറ്റിംഗ് ചെയ്തേനെ. അപ്പോൾ സഞ്ജയ് പറഞ്ഞൊരു കാര്യം, ഫസ്റ്റ് ബാറ്റിംഗ് ചെയ്താണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞു. പക്ഷെ വീണ്ടും നമ്മൾ ചേസിംഗ് ആണ്. ന്യൂസിലൻഡിനോട് കഴിഞ്ഞ തവണ ഫസ്റ്റ് ബാറ്റിംഗ് ചെയ്തു. ബാക്കി എല്ലാ മാച്ചസും നമ്മൾ ചേസിംഗ് തന്നെയാണ് ജയിച്ചിട്ടുള്ളത്. വീണ്ടും ഒരു ഫൈനൽ ടുവേർഡ്സ് ദി എൻഡ് കുറച്ച് പ്രഷർ ആയെങ്കിലും ഒരു കേക്ക് വാക്ക് ആയിരുന്നു ഇന്ത്യക്ക്. എന്തൊക്കെയാണ് ഫൈനലിനെ കുറിച്ചുള്ള സഞ്ജയുടെ ഒപ്പീനിയൻസ്? ഫൈനലിൽ സാധാരണ നമ്മുടെ പ്രഷർ ആയിട്ടുള്ള ഫൈനൽസ് എല്ലാം കണ്ടിട്ടുണ്ട്. ഫസ്റ്റ് ബാറ്റിംഗ്, അതുകൊണ്ടാണ് ഞാൻ ടോസ് ഇട്ട് കഴിഞ്ഞ് ഫസ്റ്റ് ബാറ്റിംഗ് എടുക്കുക എന്ന് ഞാൻ പറഞ്ഞത്. ഇന്ത്യയുടെ ചേസിങ് ഓക്കെയാണ്. ബട്ട് ഇന്ന് ഒരു ഇന്ത്യയുടെ ബോളിംഗ് ലൈനപ്പ് തന്നെയാണ് ആ ഒരു മിഡിൽ ഓവേഴ്സിൽ ചക്രവർത്തി, കുൽദീപ്, ഇവരെയൊക്കെ രോഹിത് ശർമ്മ എങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ബോളിംഗ് കൊണ്ടുവന്നു എന്നുള്ളത് ഇന്നതൊക്കെ കൊണ്ടുവന്ന് മാത്രമാണ് ഇത്ര റൺസിൽ നമുക്ക് ഒതുക്കാൻ പറ്റും. എന്നിട്ട് ലാസ്റ്റ് ഒരു റൺസ് സ്കോർ ചെയ്തു. അതിൽ ഒരു 250 ഒക്കെ അടിച്ചു എന്നെങ്കിൽ പോലും ഇന്ത്യയെ പിടിച്ചു കെട്ടാൻ പറ്റുന്ന സ്കോർ അല്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇന്ത്യയുടെ ബാറ്റിംഗ് വരുന്ന സമയത്ത് രോഹിത് ശർമ്മയുടെ കളി കണ്ടിട്ട് എനിക്ക് തോന്നിയത് ആ 2023 വേൾഡ് കപ്പ് ഓഡിയോ വേൾഡ് കപ്പിന്റെ ഒരു ആവർത്തനം ആവരുത്. എന്റെ ഇന്നിങ്സ് ഒരു അറ്റാക്കിംഗ് ഇന്നിങ്സും ആയിരിക്കണം. അതുപോലെ അവിടെ ഒരു അനാവശ്യമായിട്ടുള്ള ഷോട്ട് കളിച്ച് വിക്കറ്റ് ആവേണ്ട ആവശ്യമില്ല എന്ന് സ്വന്തമായിട്ട് മനസ്സിലിരുത്തി എത്രത്തോളം സ്ട്രോങ് ആയിട്ട് വന്ന് കളിച്ചൊരു ഇന്നിങ്സ് ആണിത്. എന്തൊക്കെ പറഞ്ഞാലും ആ ഒരു ആ ഫ്രണ്ടിൽ ആ ഒരു ടോപ്പ് ഇന്നിങ്സ് വന്നത് കൊണ്ട് തന്നെയാണ് ഇന്ത്യക്ക് ഒരുവിധം ഇത്രയും ബോൾസ് വേസ്റ്റ് ആയി. നല്ല ബോൾ അല്ലെങ്കിൽ
അതിനെക്കാട്ടിലും കുറവ്, ബോളിനെക്കാട്ടിലും റൺസ് കുറയുന്ന രീതിയിൽ റൺസ് പോയിട്ട് പോലും അത് തിരിച്ചു കൊണ്ടുവരാൻ പറ്റിയത് ആ ടോപ്പിലാ ഇന്നിങ്സ് അത്രയും റൺസ് വന്നതുകൊണ്ട്. ടോപ്പിൽ ഇറങ്ങി രോഹിത് ശർമ്മയുടെ ആ ഇന്റന്റ് തന്നെയാണ് ഇടയ്ക്കൊക്കെ ഒരു മിസ്സായി പോയിട്ടും ലാസ്റ്റ് ജയിക്കാൻ ചാൻസ് ആയത് ആ ഒരു ഇന്നിങ്സാണ്. ഇന്നത്തെ പെർഫോമർ രോഹിത് തന്നെയാണ്. നമ്മൾ ആധികാരികമായിട്ടാണ് ഈ ഒരു ചാമ്പ്യൻസ് ട്രോഫി വിജയിച്ചിരിക്കുന്നത്. ഒരു ടീം പോലും നമുക്കൊരു കോമ്പറ്റീഷൻ പോലും തന്നിട്ടില്ല. ശരിക്കും പറയുകയാണെങ്കിൽ ചെറിയൊരു പ്രഷർ മൊമെന്റ്സ് ഒഴിച്ചു നിർത്തിയാൽ വളരെ ആധികാരികതയോടെ ഇന്ത്യ ഈ എല്ലാ മാച്ചസും ജയിച്ച് ഇത്രയും വൺ സൈഡഡ് ആയിട്ട് നമ്മളൊരു ICC ടൂർണമെന്റ് വിജയിക്കുന്നത് വൺ സൈഡഡ് ആയിട്ട് ഇത് ഫസ്റ്റ് ടൈം ആണെന്ന് തോന്നുന്നു. നമ്മൾ കുറ്റം പറയുകയല്ല, നമ്മളെ ടീമിന്റെ മൊത്തം ഒരു അനാലിസിസ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഈ ത്രൂ ഔട്ട് ചാമ്പ്യൻസ് ട്രോഫിയിൽ എങ്ങനെയായിരുന്നു എന്നുള്ളത് നമ്മൾക്ക് നമ്മുടെ ടീമിനെ പരാതി പറയുന്നതോ അല്ലെങ്കിൽ കുറച്ച് കാണുന്നതോ ഒന്നുമല്ല. നമ്മൾക്കും പോരായ്മകൾ ഉണ്ടായിരുന്നു. ഇന്ത്യൻ ടീം എന്ന നിലയിൽ ഒരുപാട് പോരായ്മകൾ ആസ് എ ടീം നമുക്കുണ്ടായിരുന്നു. എസ്പെഷ്യലി ഇന്നത്തെ ഫീൽഡിംഗ്, ഒരുപാട് ക്യാച്ചസ് ഡ്രോപ്പ് ചെയ്തിരുന്നു. ആദ്യത്തെ 5 ക്യാച്ച് അറ്റംപ്റ്റ്സിൽ ഒരു ക്യാച്ച് മാത്രമാണ് ക്യാച്ച് ചെയ്തത്, ബാക്കി 4 ഡ്രോപ്പ് ചെയ്ത്. പാകിസ്ഥാനും ബംഗ്ലാദേശും മാത്രമാണ് നമുക്ക് പിന്നിലുള്ളത്. അതുപോലെ തന്നെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മുഹമ്മദ് ഷമി ഈ മാച്ചസിൽ ഒരുപാട് റൺസ് ലീക്ക് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല ഹാർദിക് പാണ്ഡ്യ, അതായത് നമ്മുടെ സെക്കൻഡ് സീമർ, പവർ പ്ലേയില് ഷമി കഴിഞ്ഞാൽ ബോൾ ചെയ്യുന്ന നമ്മുടെ മെയിൻ സീമർ ഹാർദിക് പാണ്ഡ്യ, നമുക്കറിയാം ഒരു 6th ബൗളിംഗ് ഓപ്ഷനാണ്. ത്രൂ ഔട്ട് പുള്ളി കളിച്ചിട്ടുള്ള എല്ലാ വർഷവും ഒരു 6th ബൗളിംഗ് ഓപ്ഷനാണ്. ആദ്യത്തെ മെയിൻ 5 ബൗളേഴ്സ് 10 ഓവർ കഴിഞ്ഞ് ചിലപ്പോൾ ഒരു 6 7 ഓവേഴ്സ് ചെയ്യുന്ന ഒരു ബോളറെയാണ് ഇപ്രാവശ്യം നമ്മുടെ ടൂർണമെന്റിലെ സെക്കൻഡ് മെയിൻ ബോളർ. ആ സെക്കൻഡ് മെയിൻ ബോളർ ആകെ ബോൾ ചെയ്തത് 3 ഓവറാണ്. ആ 3 ഓവറിൽ അദ്ദേഹം കൺസീഡ് ചെയ്ത റൺസ് 30 റൺസാണ്. പക്ഷെ അതേസമയം 10 ഓവേഴ്സ് ചെയ്ത രവീന്ദ്ര ജഡേജ കൊടുത്ത റൺസും ഹാർദിക് കൊടുത്ത റൺസും സെയിം ആണ്, 30 റൺസാണ്. രവീന്ദ്ര ജഡേജ ഒരു വിക്കറ്റ് കൂടി എടുത്തു. അപ്പൊ എങ്ങനെയാണ് ഷിഹാബ് നമ്മുടെ ടീമിന്റെ ഫീൽഡിങ്ങും ഒരു ബൗളിങ്ങും പിന്നെ നമ്മൾ 250 റെസ്ട്രിക്ട് ചെയ്തതും അവസാനം എനിക്ക് തോന്നുന്നു 40 ഓവർ ആകുമ്പോഴേക്കും അവര് 179 റൺസ് മാത്രമേ എത്തിയിരുന്നുള്ളൂ. പിന്നീട് അങ്ങോട്ട് അവസാനം അവർ കുറച്ച് റൺസ് സ്കോർ ചെയ്തു. ബ്രേസ്വെലും കുറച്ച് കോൺട്രിബ്യൂട്ട് ചെയ്തത് കൊണ്ട് അവർ 250 റീച്ച് ആയതാണ്. അതോ നമ്മുടെ ബൗളിംഗ് ടുവേർഡ്സ് ദി ഡെത്ത് വീക്ക് ആയിരുന്നു? എങ്ങനെയാണ് നമ്മുടെ ഓവറോൾ ബൗളിംഗ് ആൻഡ് ഫീൽഡിംഗ് അനാലിസിസ് ഇന്നത്തെ മാച്ചിന്റെ? ആക്ച്വലി സ്റ്റാർട്ടിങ്ങില് ഗില്ലിന്റെയും രോഹിത്തിന്റെ ഒക്കെ ക്യാച്ച് ഡ്രോപ്സ് ഉണ്ടായിരുന്നെങ്കിൽ പോലും ഫീൽഡിൽ അവർ റൺസ് സേവ് ചെയ്യുന്നുണ്ടായിരുന്നു. ക്യാച്ച് ഡ്രോപ്പ് ഇപ്പൊ കുറച്ച് കാലങ്ങളായിട്ട് ഇന്ത്യ കണ്ടിന്യൂ ആയിട്ട് ഡ്രോപ്സ് പല പ്ലേയേഴ്സിനും വരുന്നുണ്ട്. ഈവൻ ഗ്രേറ്റ് ഫീൽഡേഴ്സ് ആയ ജഡേജ പോലും ഡ്രോപ്പ് ചെയ്യുന്ന ഒരവസ്ഥയാണ്. ഇപ്പോ മെച്ചപ്പെടുത്തുക എന്നുള്ളത് മാത്രമേ പറയാൻ പറ്റുള്ളൂ. പിന്നെ ബോളിങ്ങില് നമ്മൾ കഴിഞ്ഞ പ്രിവ്യൂവിൽ ഓൾറെഡി പറഞ്ഞതാണ്, ഡെത്ത് ഓവേഴ്സിൽ ഇന്ത്യക്ക് അത് വിനയാവാൻ ചാൻസ് ഉണ്ട്, പേസേഴ്സ് ഇല്ലാത്തത്. അപ്പോ ഈവൻ പേസ് ബോളേഴ്സ് ആയ ഷാമി ഹാർദിക്കും വരെ ലാസ്റ്റ് ഓവേഴ്സിൽ നല്ല രീതിയിൽ അടി കൊണ്ടു. ഷാമി എനിക്ക് തോന്നുന്നു ലാസ്റ്റ് 30+ എങ്ങാനാണ് ലാസ്റ്റ് അടി മേടിച്ചിട്ടുള്ളത് ലാസ്റ്റ് 5 ഓവേഴ്സിൽ ഇന്ത്യയുടെ ഡെത്ത് ഓവേഴ്സിൽ. ഷമി 9 ഓവറിൽ 74 റൺസ് അങ്ങ് വഴങ്ങി. ഇന്ത്യയുടെ തന്നെ ഓൾ ടൈം സെക്കൻഡ് ലീഗ് ആയിരുന്നു തോന്നുന്നു ICC ഇവന്റ്സിൽ. ആ ഒരു കുറവ് നല്ല രീതിയിൽ പേസ് ബോളറുടെ അവൈലബിലിറ്റി ഇല്ലാത്തത് വളരെ നല്ല രീതിയിൽ ഇന്ത്യയെ എഫക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്പിൻ ബോളിംഗ് വെച്ചിട്ട് മിഡിൽ ഓവേഴ്സിൽ ഇപ്പൊ നമ്മൾ ലാസ്റ്റ് പ്രിവ്യൂല് പറഞ്ഞു 35 ഓവറോളം 38 ഓവർ എങ്ങനെയെന്ന് പറഞ്ഞ് 38 ഓവറിൽ നല്ല രീതിയിൽ ഇന്ത്യ റൺസ് തടഞ്ഞു വെച്ച് അത് ഇന്ത്യക്ക് ഗുണമായിട്ടുണ്ട് സത്യത്തില്. കാരണം ന്യൂസിലാൻഡ് സ്കോർ 300 മുകളിൽ പോകേണ്ടതെന്ന് ഒരു വട്ടത്തിൽ അവര് സ്റ്റാർട്ടിങ്ങിൽ ലജിൻ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് റൺ റേറ്റ് വന്നിരുന്നത് 6ന്റെ മുകളിലായിരുന്നു. ഞാനൊരു 300+ എന്തായാലും ന്യൂസിലാൻഡ് കടക്കുന്നുള്ളത് ഉറപ്പിച്ചതായിരുന്നു. പിന്നെയാണ് ആ വിക്കറ്റ് വരുന്നത്. ദേവനന്ദ് പറഞ്ഞിരുന്നു കുൽദീപ് യാദവിനെ പറ്റിയിട്ട്. വിത്തിൻ എനിക്ക് തോന്നുന്നു എത്ര ബോൾസിന്റെ ഇടയിലാണ് 2 വിക്കറ്റ്സ് വീഴുന്നത്. ആ 2 വിക്കറ്റ്സ് നിർണായകമായി. 2 വിക്കറ്റ്സ് വീണില്ലെങ്കിൽ ആ പാർട്ണർഷിപ്പ് നല്ല രീതിയിൽ ബിൽഡ് ചെയ്ത് ഒരു 200+ വന്നു കഴിഞ്ഞാൽ പിന്നെ ന്യൂസിലൻഡിന് ഈസി ആയിട്ട് 300+ അടിക്കായിരുന്നു. അപ്പോൾ ആ ഒരു വിക്കറ്റ്സും പിന്നെ മിഡിൽ ഓവേഴ്സിൽ വന്ന ബോളേഴ്സ് സ്പിന്നേഴ്സ് ജഡേജ എന്താ പറയാ അയാളെ പറ്റിയിട്ട്, അയാള് മോശം ഫോം ആവുമ്പോൾ നല്ല രീതിയിൽ വിമർശിക്കും. പക്ഷെ അയാള് ഫോം ആവുമ്പോൾ എന്തോ ആളുകൾ അത്ര രീതിയിൽ പ്രൈസ് ചെയ്യുന്നില്ല അയാളെ. മോശം ഫോമായ എന്തായാലും ആൾക്ക് നല്ല രീതിയിൽ ഹേറ്റ് കിട്ടാറുണ്ട്, അത് ഈവൻ IPL ആയാൽ പോലും. പിന്നെ അപ്പൊ അയാള് ഈ ചാമ്പ്യൻസ് ട്രോഫി ഫൈനലായാലും കഴിഞ്ഞ ചാമ്പ്യൻസ് ട്രോഫി ഫൈനലായാലും 2013 അയാള് മാൻ ഓഫ് ദ ടൂർണമെന്റ് ആയിരുന്നു തോന്നുന്നു. പിന്നെ നമ്പർ 1 ബോളറുമായി. ഇത്തവണ ഫൈനലിൽ 10 ഓവർ 30 റൺസ് മാത്രമേ വഴങ്ങുന്നത്. അതുകൊണ്ട് ഉപകാരം റൺസ് ലീക്ക് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, പിന്നെ പെട്ടെന്ന് ഓവർ ചെയ്ത് പോവുകയാണ്. അത് സ്ലോവർ പെനാൽറ്റികളും ഇന്ത്യക്ക് ഒഴിവാക്കി കൊടുക്കുന്നുണ്ട്. ജഡേജ ആസ് എ ബോളർ എക്സെപ്ഷൻ ബോളർ ആയിരുന്നു. ഫീൽഡർ ആയിട്ടും റൺസ് നല്ല രീതിയിൽ സേവ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുൽദീപ് യാദവും വരുൺ ചക്രവർത്തി അത്ര ഫോം ആയിരുന്നെങ്കിൽ പോലും ആ നിർണായകമായിട്ട് വിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. കുൽദീപ് യാദവ് ആണ് മാച്ച് ടേൺ ചെയ്തത് സ്റ്റാർട്ടിംഗ് നിന്ന്. അല്ലെങ്കിൽ ചിലപ്പോൾ ഇന്ത്യയുടെ കയ്യിൽ നിന്ന് ഒരു പോകാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു. കാരണം ഇന്ത്യയുടെ സെക്കൻഡ് ബാറ്റിംഗ് കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ആ മിഡിൽ ഓവേഴ്സിൽ സ്പിന്നേഴ്സ് വന്നപ്പോൾ ഇന്ത്യൻ ബാറ്റേഴ്സിന് സ്കോർ ചെയ്യാൻ പറ്റുന്നില്ല. ഈവൻ രോഹിത്തിന് പോലും സ്കോർ ചെയ്യാൻ പറ്റുന്നില്ല സ്പിന്നേഴ്സിന്. രോഹിത് സ്കോർ ചെയ്തിട്ടുള്ളത് പവർ പ്ലേയിൽ മാത്രമാണ്. സ്പിന്നേഴ്സ് ഇന്ത്യയെ
ഉപകരിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു പേസ് ബോളറുടെ ആ കുറവ് നല്ല രീതിയിൽ ഇന്ത്യക്ക് ഡെത്ത് ഓവേഴ്സിൽ വന്ന് അത് ഇന്ത്യക്ക് ദോഷകരമായിരുന്നത് ആ മിഡിൽ ഓവേഴ്സിൽ സ്പിന്നേഴ്സ് ഇട്ട് പൂട്ടിയതുകൊണ്ട് മാത്രമാണ്. സ്പിന്നേഴ്സിന്റെ ഒരു കോൺട്രിബ്യൂഷൻ ഞാൻ ഇന്നത്തെ മാച്ചില് നമ്മുടെ ന്യൂസിലൻഡ് ബാറ്റേഴ്സ് ആയിട്ടുള്ള ന്യൂസിലൻഡിന്റെ ഏറ്റവും ബെസ്റ്റ് സ്പിന്നിനെതിരെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ബാറ്റ് ചെയ്യുന്ന രണ്ട് ന്യൂസിലൻഡ് ബാറ്റേഴ്സ്, ഒന്ന് കെയ്ൻ വില്യംസൺ, രണ്ട് ടോം ലേഥം. ഇവർ രണ്ടുപേരും ഇന്ത്യൻ സ്പിന്നേഴ്സിനോട് കളിച്ചിട്ടുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ഞാൻ ഇവിടെ പറയാം. വില്യംസൺ കുൽദീപിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഏകദിനത്തിൽ തന്നെ 68 ബോളാണ് ഫേസ് ചെയ്തിട്ടുള്ളത്. 68 പന്തില് 55 റൺസ് മാത്രമാണ് വില്യംസൺ സ്കോർ ചെയ്തിട്ടുള്ളത്. 3 തവണ കുൽദീപിന് മുന്നിൽ മുട്ടുമടക്കിയ ആളാണ് ന്യൂസിലൻഡിന്റെ ലോകോത്തര ബാറ്റ്സ്മാൻ ആയിട്ടുള്ള കെയ്ൻ വില്യംസൺ. സ്ട്രൈക്ക് റേറ്റ് എന്ന് പറയുന്നത് 80 ആണ്, ആവറേജ് വെറും 18 ആണ്. ODIയിലെ കാര്യമാണ് പറയുന്നത്, ടെസ്റ്റിലെ കാര്യമല്ല. ODIയില് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ന്യൂസിലൻഡ് ബാറ്റർ, ന്യൂസിലൻഡിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ബാറ്ററിന്റെ കാര്യമാണ് പറയുന്നത്. കുൽദീപ് യാദവ് എന്നുള്ള ഇന്ത്യൻ സ്പിന്നറിനെതിരെ ODI ചരിത്രത്തിലുള്ള കാര്യമാണ് പറയുന്നത്. 31 ഡോട്ട്സ് ആണ്, അതായത് നേരിട്ട 68 പന്തിൽ 31 പന്തും ഡോട്ടാണ്. ഇനി നമുക്ക് ടോം ലേഥം വേഴ്സസ് ജഡേജ നോക്കുകയാണെങ്കിൽ 33 പന്തുകളാണ് ജഡേജ ടോം ലേഥത്തിനെതിരെ ബോൾ ചെയ്തിട്ടുള്ളത്. അതിൽ ടോം ലേഥം സ്കോർ ചെയ്തിരിക്കുന്ന റൺസ് എന്ന് പറയുന്നത് 22 റൺസാണ്. വീണ്ടും 3 തവണ ടോം ലേഥവും ജഡേജയ്ക്ക് മുന്നിൽ മുട്ടുമടക്കി. ആവറേജ് എന്ന് പറയുന്നത് 7 റൺസാണ് ജഡേജയ്ക്കെതിരെ ടോം ലേഥം. അതായത് സ്പിന്നിനെ ഏറ്റവും മനോഹരമായിട്ട് കളിക്കുന്ന, സ്വീപ്പും റിവേഴ്സ് സ്വീപ്പും എല്ലാ രീതിയിലുള്ള സ്ലോ ഷോട്ടും കളിക്കുന്ന ആളാണ് ടോം ലേഥം. ടോം ലേഥത്തിന്റെ ജഡേജയ്ക്കെതിരെയുള്ള സ്ട്രൈക്ക് റേറ്റ് എന്ന് പറയുന്നത് 66 ആണ്. ഡോട്ട് പെർസെന്റേജ് എന്ന് പറയുന്നത് 54.5 ആണ്. നമ്മൾ സ്ട്രേറ്റ് അവേ നോക്കുമ്പോൾ എത്ര വിക്കറ്റ് നേടി? ഷമി 5 വിക്കറ്റ് നേടി. ബട്ട് സ്റ്റിൽ എക്സ്പേർട്സ് പറയുന്നു ഷമി നമ്മുടെ ആ ഒരു ലെവലിലേക്ക് എത്തിയിട്ടില്ല ഇപ്പോഴും. വരുൺ ചക്രവർത്തി 5 വിക്കറ്റ് നേടി 42 റൺസ് വഴങ്ങിയിട്ട്. അത് നമുക്ക് നല്ലൊരു ബൗളിംഗ് പെർഫോമൻസ് ആയിട്ട് നമ്മൾ പറയുന്നു. ജഡേജ നോക്കുകയാണെങ്കിൽ ഇന്ന് 1 വിക്കറ്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ. കുൽദീപ് യാദവ് നോക്കുകയാണെങ്കിൽ 2 വിക്കറ്റ് എടുത്തു. പക്ഷേ ഓവറോൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഷിഹാബ് പറഞ്ഞ പോലെ തന്നെ പെട്ടെന്ന് ഓവർ തീർത്ത് പോകുന്നു. 3 റൺസും 2.8 റൺസ് ഒക്കെയാണ് ഒരു ഓവറിൽ കൺസിഡർ ചെയ്യുന്നത് കുൽദീപ് യാദവും രവീന്ദ്ര ജഡേജയും. ഷിഹാബ്, നമുക്ക് ഗ്രൂപ്പ് സ്റ്റേജ് 3 മത്സരങ്ങൾ കഴിഞ്ഞു. അതിനുശേഷം സെമി കളിച്ചു ഓസ്ട്രേലിയയോട്, അതിനുശേഷം ഫൈനൽ. സോ 5 മത്സരങ്ങൾ മാത്രമാണ് ഈ ഒരു ചാമ്പ്യൻസ് ട്രോഫി ടൂർണമെന്റിൽ ഇന്ത്യ കളിച്ചിട്ടുള്ളത്. 5 മത്സരങ്ങൾ മാത്രമാണ്. സോ 5 മത്സരങ്ങളിൽ വരുൺ ചക്രവർത്തി കളിച്ചിട്ടുള്ളത് 3 മത്സരങ്ങൾ മാത്രമാണ്. ന്യൂസിലൻഡിനെതിരെ കളിച്ചു, പിന്നെ ഓസ്ട്രേലിയക്കെതിരെ, പിന്നെ ഇന്ന് ഫൈനലിൽ 9 വിക്കറ്റുകളാണ് വരുൺ ചക്രവർത്തി നേടിയിട്ടുള്ളത്. കുൽദീപ് യാദവ് 7 വിക്കറ്റ്, അക്ഷർ പട്ടേലും ജഡേജയും 5 വിക്കറ്റ് വീതം. മാത്രമല്ല ഇവരുടെ എക്കണോമി വളരെ വളരെ കുറവായിരുന്നു ഈ ഒരു ടൂർണമെന്റിൽ. അത് ഇന്ത്യ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം 300 ബോളുള്ള ഒരു മത്സരത്തിൽ, 50 ഓവർ മത്സരത്തിൽ എതിർ ടീം 150-ലധികം 150, 160 ഒക്കെയാണ് ഡോട്ട് ബോൾ കളിക്കുന്നത്. ഇന്നും ഏകദേശം 150-നും 160-നും ഇടയിൽ ഡോട്ട് ബോൾസ് ന്യൂസിലൻഡ് കളിച്ചു. ഇത് എത്രമാത്രമാണ് ഒരു ഓവറോൾ ടോട്ടൽ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യക്ക് ചേസ് ചെയ്യേണ്ടി വരുന്ന പ്രഷർ എത്രമാത്രം കുറയ്ക്കുന്നുണ്ട് ഈ ഒരു സ്പിന്നേഴ്സ്. കാരണം ഇവര് എല്ലാവരും, ഈ 4 പേരും അണ്ടർ ദി റഡാർ പോകുന്നതാണ്. വരുൺ ചക്രവർത്തിക്ക് ഫുള്ളി ഡിസേർവിംഗ് ആയിട്ടുള്ള അപ്രിസിയേഷൻ കിട്ടുന്നുണ്ട്. കുൽദീപ് യാദവ് ഇന്നൊരു പാർട്ണർഷിപ്പ് ബ്രേക്ക് ചെയ്തു. ഫസ്റ്റ് ബോളിൽ തന്നെ സ്ട്രൈക്ക് ചെയ്തു, നെക്സ്റ്റ് ഓവറിൽ വീണ്ടും സ്ട്രൈക്ക് ചെയ്തു. പക്ഷേ അക്ഷർ പട്ടേൽ ആൻഡ് ജഡേജ, നമ്മൾ എപ്പോഴും മോശമായി ബോൾ ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും കുറ്റം പറയുന്ന ആൾക്കാരാണ്. പക്ഷെ അവർ അണ്ടർ ദ റഡാർ പോകുന്നത് അവർ വിക്കറ്റ് നേടുന്നില്ല എന്നൊരു കാരണത്താണ്. പക്ഷെ റൺസ് കൺസിഡർ ചെയ്യുന്ന കാര്യം നോക്കുകയാണെങ്കിൽ അവർ ബോൾ ചെയ്തതിന്റെ ഒരു 80% ഡോട്ട് ബോൾസ് ആണ്. വിക്കറ്റ് ടേക്കിംഗ് എബിലിറ്റി ആക്ച്വലി ഒരു പ്രൈസ് ചെയ്യപ്പെടേണ്ട കാര്യം തന്നെയാണ്. പക്ഷെ ലിമിറ്റഡ് ഓവർ ക്രിക്കറ്റിൽ വരുമ്പോൾ നമുക്ക് റൺസ് ലീക്ക് ചെയ്യുന്നില്ല എന്നുള്ളത് വലിയൊരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. ആ ടീമിന് അത് ഉപകാരമായിട്ട് മാറുന്നത് പ്രഷർ കൂട്ടും ഓപ്പോസിറ്റ് ടീമിന്. അപ്പൊ അത് അടുത്ത ബോളർക്ക് വിക്കറ്റ് കിട്ടാനുള്ള ചാൻസ് കൂട്ടുന്നത്. അത് ഈ 2 ബോളേഴ്സ് നല്ല വൃത്തിക്ക് ചെയ്യുന്നുണ്ട്. അത് കുറെ കാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടിയാണ്. അത് T20 ആയാലും ഏകദിനായാലും. കുറച്ച് T20യിൽ കുറച്ച് മോശം ഫോമാണ് ജഡേജ ആസ് എ ബോളർ. ഏകദിനത്തിൽ പക്ഷേ ജഡേജ ആസ് എ ബോളർ എക്സെപ്ഷണൽ ബോളറാണ്. അപ്പോ ODI അല്ലെങ്കിൽ ICCയുടെ ODI ടൂർണമെന്റ്സ് വരുമ്പോൾ, ചാമ്പ്യൻസ് ട്രോഫിയിലെ ഏകദിന ക്രിക്കറ്റ് വരുമ്പോൾ 48 വിക്കറ്റ് എങ്ങാനോ നേടിക്കഴിഞ്ഞു തോന്നുന്നു. ഇന്ത്യയുടെ ലീഡിംഗ് സ്പിന്നറാണ്, വിക്കറ്റ് ടേക്കിംഗ് സ്പിന്നറാണ് ജഡേജ. അത് വിക്കറ്റ് ടേക്കിംഗ് എബിലിറ്റിയിലും നല്ല രീതിയിൽ ഈ ടൂർണമെന്റുകളിൽ വരുമ്പോൾ മുന്നിലുണ്ട്. പിന്നെ സീരീസുകളായാലും ജഡേജ ആയാലും അക്ഷർ ആയാലും നല്ല രീതിയിൽ റൺസ് ലീക്ക് ചെയ്യാതെ നോക്കുന്നുണ്ട്. വളരെ അപൂർവമായിട്ടാണ് അവർക്ക് അടി കിട്ടുന്നത്. അടി കിട്ടാതിരിക്കുമ്പോൾ മറ്റു ബോളേഴ്സിനെ ടാർഗറ്റ് ചെയ്യും. ആ ടാർഗറ്റ് ബോളേഴ്സിന് വിക്കറ്റ് കിട്ടും. മറ്റു ബോളേഴ്സിനെ കുറ്റപ്പെടുത്തുകയല്ല, ഇതിന്റെ ഒരു പ്രഷർ ഇവർ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ബാക്കി ബോളേഴ്സിന്. എന്തായാലും ഇവർക്ക് 2 പേർക്കും ഡിസേർവിംഗ് ആയിട്ടുള്ള പ്രശംസ കിട്ടേണ്ടതാണ്. സത്യം പറഞ്ഞാൽ നല്ല രീതിയിൽ കിട്ടുന്നില്ല. ഇന്നത്തെ മാച്ചിലെ മാൻ ഓഫ് ദി മാച്ച് രോഹിത് ശർമ്മയാണ്. രോഹിത് ശർമ്മ അറിയാം, ഒരു ഫിയർലെസ് ആയിട്ടുള്ള ഒരു ബാറ്റിംഗ് ഇനീഷ്യലി കാഴ്ചവെച്ചത് കൊണ്ട് തന്നെയാണ് നമ്മൾക്ക് ഇത്രയും പ്രഷർ ഒഴിവാക്കി കിട്ടിയത്. ഒരുപക്ഷെ രോഹിത് ശർമ്മ ഹാർഡ് ഹിറ്റ് ചെയ്യുന്ന സമയത്ത് മുൻപേ ഔട്ട് ആയിരുന്നെങ്കിൽ പ്രഷർ ഹ്യൂജ് ആയനെ. മാത്രമല്ല ഇന്ന് വിരാട് കോഹ്ലി ഇതുവരെ ടൂർണമെന്റിലെ ഏറ്റവും നന്നായിട്ട് സ്കോർ ചെയ്ത് മാൻ ഓഫ് ദി ടൂർണമെന്റ്
അതിന് അർഹനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു വിരാട് കോഹ്ലി. പക്ഷെ ഇന്നത്തെ ഫൈനലിൽ പുള്ളി ഒരു റൺസ് എടുത്ത് ഔട്ടായിരിക്കുകയാണ്. അപ്പൊ അതിനുശേഷം തുടരെ 2 വിക്കറ്റ് വീണതിന് ശേഷം ഒന്ന് നമ്മൾ ബാക്ക് ഫുട്ടിലായി. പിന്നെ ശ്രേയസ് അയ്യറും ഒന്ന് അത്യാവശ്യം നല്ല രീതിയിൽ കളിച്ചു. പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് ആയിട്ടുള്ള രച്ചിൻ രവീന്ദ്രയാണ്. നമുക്കറിയാം 2 സെഞ്ചുറിയാണ് രച്ചിൻ രവീന്ദ്ര ഈ ടൂർണമെന്റിൽ സ്കോർ ചെയ്തിരിക്കുന്നത്. ഇനീഷ്യലി ഇപ്പം ന്യൂസിലൻഡിന് ICC ടൂർണമെന്റിന് നോക്കൌട്ട് മാച്ചസിൽ എനിക്ക് തോന്നുന്നു 2ാമത്തെ 50 റൺ ഓപ്പണിംഗ് പാർട്ണർഷിപ്പാണ് വന്നിട്ടുള്ളത്. ജസ്റ്റ് 2ാമത്തെ മാത്രം ഓപ്പണിംഗ് പാർട്ണർഷിപ്പാണ് അവരുടെ. സോ രച്ചിൻ നൽകിയ ഒരു സ്റ്റാർട്ട്, കുൽദീപ് ആ ഒരു സ്ട്രൈക്ക് ചെയ്തില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ രച്ചിൻ ത്രൂ ഔട്ട് എത്ര ഈസി ആയിട്ടാണ് പുള്ളി ഓരോ ഫ്ലിപ്പ് ഷോട്ട് കളിക്കുന്നതൊക്കെ. അത്രയും ഈസി ആയിട്ട് സ്പിന്നേഴ്സിനും ഫാസ്റ്റ് ബോളേഴ്സിനൊക്കെ ഇന്ന് ഹാർദിക് പാണ്ഡ്യനൊക്കെ സ്ട്രൈക്ക് ചെയ്ത രീതിയൊക്കെ നമുക്ക് അറിയാം. അപ്പം വെൽ ഡിസേർവിംഗ് ആണ് രച്ചിൻ രവീന്ദ്ര പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ്. ഒബ്വിയസ്ലി രോഹിത് ശർമ്മ ആസ് എ ബാറ്റർ ആൻഡ് ക്യാപ്റ്റൻ, ഞാൻ പറയാൻ കാരണം സെക്കൻഡ് മെയിൻ ബോളർ ആയിട്ടുള്ള ഹാർദിക് പാണ്ഡ്യനെ റൺസ് ലീക്ക് ചെയ്യുന്നു അറിഞ്ഞപ്പോൾ തന്നെ സ്റ്റോപ്പ് ചെയ്തു. അവസാനം വീണ്ടും ഒരു ഓവർ കൊടുത്തു. വീണ്ടും പുള്ളി ഒരു 12 റൺ കൺസിഡർ ചെയ്തോടെ പുള്ളിനെ സ്റ്റോപ്പ് ചെയ്തിട്ട് ബാക്കി ത്രൂ ഔട്ട് ഈ മാച്ച് റൺ ചെയ്തത് കറക്റ്റ് സമയത്ത്, അതായത് ബൗളിംഗ് ചേഞ്ചസ് കൊണ്ടുവന്ന് വരുൺ ചക്രവർത്തി ആണെങ്കിലും വരുൺ ചക്രവർത്തിനെ കൊണ്ടുവന്ന ആ ഒരു ടൈം, വില്യങ്ങിന്റെ വിക്കറ്റ് എടുത്ത ആ ഒരു ടൈം, അതുപോലെ തന്നെ രച്ചിൻ രവീന്ദ്ര ഒന്നും ഫ്രണ്ട് ഫുട്ടിൽ കളിച്ച് ഒറ്റയ്ക്ക് മാച്ച് മുന്നോട്ട് കൊണ്ടുവന്നു എന്നുള്ളൊരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ കുൽദീപ് യാദവിനെ കൊണ്ടുവന്നു. ആ ഒരു ക്യാപ്റ്റൻസി മികവിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റുള്ളൂ. ഫീൽഡിംഗ് പ്ലേസ്മെന്റ് ആണെങ്കിൽ നമ്മൾ ഒരുപാട് ക്യാച്ചസ് വിട്ടു. സ്റ്റിൽ ഓപ്പോസിഷനെ 250 റെസ്ട്രിക്ട് ചെയ്യാൻ, അതും ഇത്രയും നന്നായി ബാറ്റ് ചെയ്യുന്ന ഓപ്പോസിഷനെ കൃത്യമായിട്ട് ഇടവേളകളിൽ വിക്കറ്റ് കൊണ്ടുവരാൻ ഇന്ത്യൻ സ്പിന്നേഴ്സിന് കഴിഞ്ഞു. ആ ബോളിംഗ് ചേഞ്ചസ് കൊണ്ടുവരാൻ രോഹിത് ശർമ്മയ്ക്കും പറ്റി. അതുപോലെ തന്നെ സ്റ്റാർട്ടിംഗിൽ ഭയങ്കര ഫിയർലെസ് ആയിട്ട്, അതായത് പൊതുവേ നമ്മൾ പറയാറുണ്ട് ടീമിന്റെ സ്കോർ 55 റൺസ് എത്തുന്ന സമയത്ത് 50 അടിക്കുന്ന ഒരു പ്ലെയറാണ് വീരേന്ദ്ര സെവാഗ് എന്നുള്ളത്. അതുപോലെ ഒരു നോക്കായിരുന്നു ഇന്നത്തെ നോക്ക്. ശുഭ്മൻ ഗില്ലിനെ ഔട്ടാക്കിയ ആ ഒരു രീതി, ഗ്ലെൻ ഫിലിപ്സിന്റെ കാര്യം പറയാതിരിക്കുന്നതാണ് നല്ലത്. കാരണം പൊതുവേ നമ്മൾ IPL മത്സരത്തിൽ RCBയുടെ മാച്ചസ് വരുന്ന സമയത്ത് ക്രിസ് ഗെയിലിനെ ബാൻ ചെയ്യണം എന്ന് പറയാറുണ്ട്. കാരണം പുള്ളിനെ വേറെ തന്നെ ഒരു ലീഗായിട്ട് കൂട്ടണം, ഈ നോർമൽ പ്ലേയേഴ്സിന്റെ കൂടെ പുള്ളിനെ കളിപ്പിക്കരുതെന്ന് നമ്മൾ പറയാറുണ്ട്. അത്രയ്ക്കും ഒരു ആധികാരികതയോടെയാണ് പുള്ളി കളിക്കാറുള്ളത് ക്രിസ് ഗെയിൽ. ഗ്ലെൻ ഫിലിപ്സിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ എന്തൊക്കെ നമ്മൾ ജോണ്ടി റോഡ്സ് എന്ന് പറയുവാണെങ്കിലും മുഹമ്മദ് കൈഫ് എന്ന് പറയുകയാണെങ്കിലും യുവരാജ് സിംഗ് എന്ന് പറയുകയാണെങ്കിലും ഇത്രയും ആക്രോബാറ്റിക് ആയിട്ട് പുള്ളി എടുക്കുന്ന ക്യാച്ച്, അതായത് ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം ഫീൽഡിംഗ് ലെവലിൽ നോക്കുകയാണെങ്കിൽ ഒരു ബോളിനെ ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് സമയത്ത് ജമ്പ് ചെയ്യണം, ഏത് സമയത്ത് കൈ പൊക്കണം, ഏത് സമയത്ത് തിരിച്ചത് ക്യാച്ച് ചെയ്തിട്ട് സേഫ് ആയിട്ട് ലാൻഡ് ചെയ്യണം എന്നൊക്കെ നമുക്ക് കണ്ടു പഠിക്കേണ്ട ഒരു എക്സാമ്പിൾ ആയിട്ട്, ഒരു ടെക്സ്റ്റ് ബുക്ക് ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു പ്ലെയർ ആണ്. ഓസം ക്യാച്ചിലൂടെ നമുക്ക് ശുഭ്മൻ ഗില്ലിന്റെ വിക്കറ്റ് നമുക്ക് നഷ്ടപ്പെട്ടു. ഇന്ന് ഞാൻ മാച്ചിനിടെ കണ്ട ഒരു സ്റ്റാറ്റ് ആണ്, പേസ് ബോളിങ്ങിനെതിരെ ബാറ്റ് ചെയ്യുന്ന സമയത്ത് രോഹിത് ശർമ്മ പൊതുവെ അറിയാലോ ക്രീസിൽ നിന്ന് വളരെ ഈസി ആയിട്ട് കാഷ്വൽ ആയിട്ടാണ് പുള്ളി പുൾ ഷോട്ട് കളിക്കുന്നത്. സ്റ്റെപ്പ് ഔട്ട് ചെയ്ത് പുള്ളി എന്നൊക്കെ വന്നിട്ടുണ്ടോ 39 പന്തുകളിൽ 119 റൺസാണ് രോഹിത് ശർമ്മ പേസേഴ്സിനെതിരെ സ്റ്റെപ്പ് ഔട്ട് ചെയ്ത് സ്കോർ ചെയ്തിട്ടുള്ളത്. അതൊരു ഹ്യൂജ് സ്കോറാണ്. 39 പന്തിൽ 119 റൺസ് എന്ന് പറഞ്ഞാൽ അതാണ് പുള്ളിയുടെ ഇമ്പാക്ട്. അത് വെറുതെ ഒരു പേരിൽ ഹിറ്റ് ഉണ്ടെന്ന് കരുതി ഹിറ്റ്മാൻ ആയിട്ടുള്ള ഒരു വ്യക്തി ഒന്നല്ല രോഹിത് ശർമ്മ. സച്ചിന്റെ 194 സിക്സ് എന്നുള്ള റെക്കോർഡ് MS ധോണി മറികടന്നിട്ട് 200 സിക്സർ അടിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ പ്ലെയർ ആയിട്ട് ധോണി മാറുന്ന സമയത്ത് നമ്മൾ വിചാരിച്ചു ഓക്കെ ഇനി ഒരു പ്ലെയർ ഇത് മറികടക്കില്ലായിരിക്കും, 200 സിക്സ് എന്നുള്ള ഒരു ലെവൽ മറികടക്കില്ലായിരിക്കും എന്ന് വിചാരിച്ചു. പുള്ളി ഇപ്പൊ വന്ന് എനിക്കൊന്ന് ഇന്റർനാഷണൽ പുള്ളിയാണ് നമ്പർ 1 ആയിട്ടുള്ളത്. ഇപ്പം സിക്സ് ഹീറ്റിംഗ് മാത്രമല്ല, അത് റിലീസ് ചെയ്യുന്ന പ്രഷർ ഒരുപാട് ഫിയർലെസ് ആയിട്ടാണ് പുള്ളി ബാറ്റ് ചെയ്യുന്നത്. വെൽ ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു മാൻ ഓഫ് ദി മാച്ച് തന്നെയാണ്. രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസി പ്ലസ് ബാറ്റിംഗ് പ്ലസ് ഓവറോൾ ഈ ടീമിനെ നയിച്ച രീതി ഇത്രയും ആധികാരികമായിട്ട്. ഒരുപാട് കോൺട്രവേഴ്സീസ് വന്നു, ഒരുപാട് കളിയാക്കലുകൾ, എസ്പെഷ്യലി ഇംഗ്ലണ്ട് ടീമിന്റെ പ്ലേയേഴ്സും അവരുടെ മുൻ പ്ലേയേഴ്സും കമന്റേറ്റേഴ്സും ഒക്കെ ഇന്ത്യയെ ഒരുപാട് ബാഷ് ചെയ്തിട്ടാണ് സംസാരിച്ചിട്ടുള്ളത്. അതിനൊക്കെ തരണം ചെയ്തുകൊണ്ട് ഗൗതം ഗംഭീറും രോഹിത് ശർമ്മയും ഇത്രയും നാണക്കേടിനെതിരെ പൊരുതിയ ഒരു രീതി. എസ്പെഷ്യലി ഞാൻ ഇത് എന്തുകൊണ്ട് എടുത്തെടുത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ 2024 വേൾഡ് കപ്പ് T20 വേൾഡ് കപ്പ് വിജയിച്ചതിന് ശേഷം ഭയങ്കരമായിട്ടുള്ള ഒരു ഡൗൺഫാൾ ആണ് പറ്റിയിട്ടുള്ളത്. എസ്പെഷ്യലി രോഹിത് ശർമ്മ എന്നുള്ളൊരു അതികായൻ, ഒരു ലിമിറ്റഡ് ഓവേഴ്സിൽ ഇത്രയും അടിപൊളിയായിട്ട് കളിച്ചിട്ടുള്ള പ്ലേയേഴ്സ് ആണ് രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും. അതിൽ രോഹിത് ശർമ്മ ഇന്ത്യയുടെ ക്യാപ്റ്റനായി വരുന്ന സമയത്ത് ഇന്ത്യ തോൽക്കുന്ന ഒരു അവസ്ഥ ടെസ്റ്റ് മാച്ചസിൽ നമ്മൾ കണ്ടു. പെർത്ത് ടെസ്റ്റ് ബുംറ ജയിച്ചതിന് ശേഷം രോഹിത് ശർമ്മ വീട്ടിലിരുന്നാൽ മതി എന്നൊക്കെ ട്രോൾസ് ഒരുപാട് വന്നു. ഇനി ഇന്ത്യൻ ടീമിലേക്ക് വരണ്ട എന്ന് പറഞ്ഞു ടെസ്റ്റ് മാച്ചസിൽ. പുള്ളി വന്നു, ഇന്ത്യ വീണ്ടും തോറ്റു. പുള്ളിയുടെ വരവ് ഓപ്പണിങ്ങിനെ ഡിസ്റ്റർബ് ചെയ്തു. പിന്നീട് പുള്ളി 6th കളിക്കാൻ തുടങ്ങി. അങ്ങനെ രോഹിത് ശർമ്മ എന്നുള്ളത് ഇന്ത്യക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് മാറി. എല്ലാവരും ചർച്ച ചെയ്തൊരു വിഷയമാണ് രോഹിത് ശർമ്മ ഇന്ത്യക്ക് വേണ്ടി കളിക്കരുത്, പുറത്തിരിക്കണം, വിരമിച്ച് പോകണം എന്നൊക്കെ ഒരുപാട് ട്രോൾസ് നമ്മൾ കണ്ടിട്ടുള്ളതാണ് കഴിഞ്ഞ ഒരു ഏതാനും മാസങ്ങളിൽ. അതിനുശേഷം പുള്ളി വൈറ്റ് ബോൾ ക്രിക്കറ്റിലേക്ക് തിരിച്ചു വരുമ്പോൾ ടീമിനെ ലീഡ് ചെയ്യുന്ന ഒരു രീതി, അതും ഫ്രണ്ട് ഫൂട്ടിൽ ഇറങ്ങി സ്വയം
ആ പ്രഷർ ഏറ്റെടുത്ത് ആ റിസ്ക് എടുത്ത് ഇന്ന് ശുഭ്മാൻ ഗിൽ ബാറ്റ് ചെയ്ത രീതി നോക്കിയാൽ നമുക്കറിയാം. പുള്ളി 20 ബോളിൽ 3 റൺസോ 4 റൺസ് എങ്ങാണ്ട് മാത്രമാണ് ഇനിഷ്യലി സ്കോർ ചെയ്തിട്ടുള്ളത്. ആ ഫുൾ പ്രഷറും ഫുൾ റിസ്കും എടുത്തത് രോഹിത് ശർമ്മയാണ്. വളരെ ഇമ്പാക്റ്റ്ഫുൾ ആയിട്ടുള്ള ഒരു 76 റൺസിന്റെ നോക്കാണ് പുള്ളി ഇന്ന് സ്കോർ ചെയ്തിരിക്കുന്നത്. പുള്ളിയുടെ ഓവറോൾ പെർഫോമൻസ്, ഈ തിരിച്ചുവരവ്, 4 ICC കപ്പുകൾ നേടുന്ന ഇന്ത്യൻ താരമായിട്ട് മാറിയിരിക്കുകയാണ്. സോ ഈ രണ്ട് ജയന്റ്സ് ഓഫ് ഇന്ത്യൻ ക്രിക്കറ്റിനെ കുറിച്ച് എങ്ങനെ കാണുന്നു? അവർക്ക് ഇനി തുടർന്ന് 2027 വേൾഡ് കപ്പ് വരെ പോവാൻ സർവൈവ് ചെയ്യാനുള്ള സാധ്യതകളുണ്ടോ? ഫിറ്റ്നസ് വെച്ചിട്ട് കോഹ്ലിക്ക് സിമ്പിൾ ആയിട്ട് പോകുന്നേ ഉള്ളൂ ഏകദിന ക്രിക്കറ്റിൽ. പിന്നെ രോഹിത്തിനും ഫോം വെച്ചിട്ട്, നിലവിലെ ഫോം വെച്ചിട്ട് 2027 വരെ പോകുന്നത് വലിയ ബുദ്ധിമുട്ടാവും തോന്നുന്നില്ല. പിന്നെ വയസ്സൊരു പ്രശ്നമാണ്, ഫിറ്റ്നസ് ഒരു ഇഷ്യൂ ആണ്. പക്ഷെ അയാൾ കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് നല്ല പീക്ക് ഫോമിലാണ്. അയാളിൽ നിന്ന് നമ്മൾ എന്താ പ്രതീക്ഷിക്കുന്നത് ആ ഒരു ഇത് കിട്ടുന്നുണ്ട്. അയാള് ടെസ്റ്റിൽ നിന്ന് മാറി നിന്നിട്ട് ഈ വൈറ്റ് ബോളിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഉപകാരമാവും. വിരാട് കോഹ്ലി T20 എന്ന് പറയുന്നത് ഓക്കെ, ബാക്കി 2 ഫോർമാറ്റുകൾ കളിക്കട്ടെ. ഇന്ത്യ കണ്ട ലെജൻഡ്സിൽ പെട്ട 2 പേരാണ് വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും. രണ്ടുപേരും ഏകദേശം ഇപ്പൊ 10-15 വർഷമായി ഇന്ത്യൻ ക്രിക്കറ്റിൽ വന്നിട്ട്. 15 അല്ല, 17 വർഷത്തോളമായി കോഹ്ലി വന്നിട്ട്. രോഹിത്തും അരങ്ങേറിയത് നോക്കുകയാണെങ്കിൽ 18 വർഷമായി. അവിടെ നിന്ന് ഇങ്ങോട്ട് രോഹിത്തിന്റെ ഒരു മാറ്റം 2013 ചാമ്പ്യൻസ് ട്രോഫി മുതൽ നമ്മൾ കാണുന്നത്. ധോണി ഓപ്പണറായിട്ട് ആളെ കൊണ്ടുവരുന്നത് മുതൽ ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ഓപ്പണറായിട്ട് ആൾ മാറി എന്ന് വേണമെങ്കിൽ പറയാം. സച്ചിൻ ടെണ്ടുൽക്കർക്ക് സ്റ്റാറ്റ് വൈസ് അവിടെ റൺസുകൾ ഉണ്ടെങ്കിൽ പോലും രോഹിത്തിന്റെ ആവറേജ് സ്ട്രൈക്ക് റേറ്റ്, സെഞ്ചുറികളുടെ കൺവേർഷൻ, 50+ സ്കോർ, ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ രോഹിത് ഉണ്ടാക്കിയിട്ടുള്ള ഇമ്പാക്ട് ഇന്ത്യയിൽ ഒരൊറ്റ ഓപ്പണറും ODI ഫോർമാറ്റിൽ ഉണ്ടാക്കിയിട്ടില്ല. അപ്പൊ അയാൾക്ക് ഡിസേർവിംഗ് ആയിട്ടുള്ളതാണ് 2027 വേൾഡ് കപ്പ് എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇനി പെട്ടെന്നുള്ള ഒരു ഫിറ്റ്നസ് ഡ്രോപ്പ് ഒക്കെ വരികയാണെങ്കിലോ പ്രശ്നമുള്ളൂ, കളിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ കോഹ്ലിയുടെ കേസിൽ ഫോം ഒരു പ്രശ്നമാണ്. അയാള് ഇന്നും സിമ്പിൾ ആയിട്ട് വന്നപ്പോൾ സ്പിന്നർക്ക് മുന്നിൽ 2ാമത്തെ ബോൾ തന്നെ ആള് പുറത്തായി. ആ ഒരു ഇഷ്യൂ സോൾവ് ആക്കിയിട്ടില്ലെങ്കിൽ കോഹ്ലിക്ക് തുടരൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതർവൈസ് കോഹ്ലി ആസ് എ ക്രിക്കറ്റർ അയാൾക്ക് തുടരാവുന്നേ ഉള്ളൂ. ഫോം റിട്ടേൺ ചെയ്തെടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് ഏകദിന ക്രിക്കറ്റിലും ടെസ്റ്റ് ക്രിക്കറ്റിലും അയാൾക്ക് തുടർന്ന് കളിക്കാം. സഞ്ജയ്, നമ്മുടെ ഇന്നത്തെ വിജയത്തിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. ICC ഇവന്റ്സിന്റെ ഫൈനലില് ഇന്ത്യ എല്ലാ കോണ്ടിനെന്റ്സിൽ നിന്നുള്ള രാജ്യത്തിനെതിരെയും വിജയിച്ചിരിക്കുകയാണ്. നമ്മൾ ജസ്റ്റ് ഒരു ഓസ്ട്രേലിയക്കെതിരെ അല്ലെങ്കിൽ ഒരു സബ് കോണ്ടിനെന്റ് കൺട്രീസിനെതിരെ ഫൈറ്റ് ചെയ്ത് വിൻ ചെയ്യുന്ന ICC ടൂർണമെന്റ്സ് അല്ല. നമ്മുടെ ആദ്യത്തെ ടൈറ്റിൽ ആയിട്ടുള്ള 1983 വെസ്റ്റ് ഇൻഡീസിനെ തോൽപ്പിച്ചുകൊണ്ടാണ് ഇന്ത്യ ഫൈനൽ ജയിച്ചിരിക്കുന്നത്. വെസ്റ്റ് ഇൻഡീസ് അമേരിക്കൻ കോണ്ടിനെന്റ്സ് എന്നുള്ള ഒരു കൺട്രിയാണ്. 2007 T20 വേൾഡ് കപ്പിൽ പാകിസ്ഥാനെ തോൽപ്പിച്ചുകൊണ്ട്, 2011 ODI വേൾഡ് കപ്പിലും ശ്രീലങ്കയും തോൽപ്പിച്ചുകൊണ്ട് നമ്മൾ ICC കിരീടം ചൂടി. 2013 യൂറോപ്പിൽ നിന്നുള്ള ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചുകൊണ്ട് നമ്മൾ കപ്പടിച്ചു. 2024 ആഫ്രിക്കയിൽ നിന്നുള്ള സൗത്ത് ആഫ്രിക്കനെ തോൽപ്പിച്ചുകൊണ്ട് നമ്മൾ ഫൈനൽ ജയിച്ചു. ഇപ്പോൾ 2025 ഇന്ന് ഓഷ്യാനിയയിൽ നിന്നുള്ള ന്യൂസിലൻഡിനെ തോൽപ്പിച്ചുകൊണ്ട് നമ്മൾ ഫൈനൽ വിജയിച്ചിരിക്കുകയാണ്. സോ ഇന്ത്യ കറന്റ്ലി നോക്കുന്ന സമയത്ത് എനിക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യം, ഒരു 1999 തൊട്ട് 2009 വരെ ഒരു ഡെക്കേഡ് എങ്ങനെയാണ് ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ത്രൂ ഔട്ട് വേൾഡ് ചാമ്പ്യൻഷിപ്സ് ഒക്കെ റൂൾ ചെയ്തത്, ആ ഒരു രീതിയിലേക്ക് ഇന്ത്യ വന്നിരിക്കുകയാണ്. എസ്പെഷ്യലി ബാക്ക് ടു ബാക്ക് ICC ടൂർണമെന്റ്സ് ആണ് നമ്മൾ വിജയിച്ചിരിക്കുന്നത്. ഒരു വലിയൊരു വിജയമാണ് ഇത്. ജസ്റ്റ് ഒരു, ഇനി എന്തൊക്കെ ഹോം കണ്ടീഷൻസ് എന്നൊക്കെ പറഞ്ഞാലും അല്ലെങ്കിൽ ഫേവറബിൾ കണ്ടീഷൻസ് എന്ന് പറഞ്ഞാലും എല്ലാ ടീമിനെതിരെയും വളരെ ആധികാരികമായിട്ട് ഒരു പ്രഷർ പോലും ഇല്ലാണ്ടാണ് ഇന്ത്യ എല്ലാ മാച്ചസും ജയിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ ഈ ഒരു സർവാധിപത്യത്തെ എങ്ങനെ നോക്കി കാണുന്നു സഞ്ജയ്? നമ്മുടെ ചേഞ്ചസ് തന്നെ, നമ്മുടെ പ്ലേയേഴ്സ് ഇപ്പം ഈവൻ ബെഞ്ച് പ്ലേയേഴ്സ് പോലും ക്വാളിറ്റി ഉള്ള പ്ലേയേഴ്സ് ആണ് നമ്മുടെ ഇന്ത്യൻ ടീമിലുള്ളത്. പ്ലേയേഴ്സിന്റെ ആ ഒരു മാറ്റങ്ങളും ഓരോ രീതികളും ഒക്കെ ചേഞ്ചസ് ഒക്കെ വന്നതിന് ശേഷമാണ് എനിക്ക് തോന്നുന്നു ഡോമിനന്റ് സൈഡ് എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് ആരെ വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും ഒരു ഇഞ്ചറി വന്ന് രണ്ടാമതൊരു പ്ലെയർ വരുന്നെങ്കിൽ പോലും നമുക്ക് അവിടെ ഒരു പ്രശ്നമല്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉള്ള ഏത് 3 രീതിയിലായാലും, ഫീൽഡിംഗ് ആയാലും ബോളിംഗ് ആയാലും ബാറ്റിംഗിലായാലും നമുക്ക് അവിടെ ഡോമിനന്റ് ആണ്. മറ്റു ടീമുകളെല്ലാം എന്തോ ഒന്നും അല്ല എന്നുള്ളത് നമുക്ക് ഈ ടൂർണമെന്റ് തന്നെയാണ് കാണുന്നത്. കാരണം എല്ലാ ടീമിലും അവരുടെ മെയിൻ പ്ലേയേഴ്സ് 1-2 പേര് മാറി വീക്ക് ആവുകയാണ് ചെയ്യുന്നത്. ഇവിടെ ബുംറ ഇല്ല. നമ്മുടെ ബുംറ എന്ന് പറയുന്ന അത്രയും ടോപ്പ് ക്ലാസ് ആയിട്ടുള്ള ബോളർ, നമ്മുടെ എത്രയോ കൊല്ലത്തിന് ശേഷം ഒരു ഫാസ്റ്റ് ബോളർ നമുക്ക് നമ്മുടെ ടീമിന് ഇത്രയും വേൾഡ് ക്ലാസ് ആയിട്ടൊരു ഫാസ്റ്റ് ബോളർ കിട്ടിയേക്കാണ്. അങ്ങനെ സിറ്റുവേഷനിൽ പുള്ളി ഇല്ലാതിരുന്നിട്ട് പോലും നമ്മള് ബോളിംഗ് സൈഡ്, അതായത് സ്പിന്ന് വെച്ച് നമ്മള് ഈ ടൂർണമെന്റ് തന്നെ വിജയിക്കുകയാണ്. നമ്മൾ ഒന്നല്ലെങ്കിൽ എങ്ങനെയെങ്കിലും നമ്മൾ അവിടെ ഒരു പാർട്ട് ഉണ്ടാക്കും. നമ്മൾ ജയിക്കാനുള്ളൊരു പാർട്ട് അവിടെ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് എന്തൊക്കെ പറഞ്ഞാലും ഡോമിനന്റ് എന്ന് പറഞ്ഞാൽ ഓസ്ട്രേലിയ നമ്മൾ ആ ഒരു ഡെക്കേഡിൽ, 1999 മുതൽ 2009 വരെ ഉള്ള ഒരു ഡെക്കേഡിൽ ഓസ്ട്രേലിയ ടീം എങ്ങനെയായിരുന്നു അതുപോലെ ഒരു ഡോമിനന്റ് സൈഡാണ് ഇന്ത്യ ഇപ്പോൾ. മൈറ്റി ഓസീസിന് പകരം മൈറ്റി ഇന്ത്യൻസ് എന്ന് വിളിക്കേണ്ട സമയം അതിക്രമിച്ചു എന്നാണ് നമുക്ക് തോന്നുന്നത്. ഓക്കെ, എനിവേ ഷിഹാബ്, എന്റെ ഒരു ചോദ്യം 3 പ്ലേയേഴ്സിനെ കുറിച്ചാണ്. ഒന്ന്,
ഈ ടൂർണമെന്റിലെ എനിക്ക് ഏറ്റവും നല്ല ഫൈൻഡിങ് ആയിട്ട് തോന്നിയിട്ടുള്ളത് വരുൺ ചക്രവർത്തി. ആക്ച്വലി നമ്മൾ കഴിഞ്ഞ ഇംഗ്ലണ്ട് ടൂർണമെന്റിൽ തന്നെ നല്ലൊരു ഫൈൻഡിങ് ആണ് നമുക്ക് തോന്നി. വരുൺ ചക്രവർത്തിയുടെ ടാലന്റ് നമുക്കറിയാം. പുള്ളി ഓൾറെഡി ഒരു ഫൈൻഡിങ് ആണ് ഈ ടൂർണമെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ. പുള്ളിനെ കൃത്യമായി ഇന്ത്യ യൂസ് ചെയ്തു. പുള്ളി നല്ല രീതിയിൽ വിക്കറ്റ്സ് എടുത്ത് ഇന്ത്യക്ക് ഒരു ആധിപത്യം നൽകി. പക്ഷെ അക്ഷർ പട്ടേൽ എന്ന് പറയുന്ന ഒരു പ്ലെയറിനെ നമ്പർ 5 നമ്മൾ ആരും ചിന്തിച്ചു പോലും നോക്കിയിട്ടുണ്ടാവില്ല. എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് നമ്മുടെ ടീം മാനേജ്മെന്റ് ഇത്രയും കോൺട്രവേഴ്സീസ്, അതുപോലെ തന്നെ KL രാഹുലിന്റെ പൊസിഷൻ, പുള്ളിയുടെ കംഫർട്ടിനനുസരിച്ച് വിടുക, വെറുതെ ഒരു ടാലന്റ് വേസ്റ്റ് ചെയ്യരുത്, അത്രയും പൊട്ടൻഷ്യൽ ഉള്ള ഒരു പ്ലെയർ ആണ്, അത് വേസ്റ്റ് ചെയ്യരുത് എന്നുള്ള ഒരു മാച്ചിൽ 3-ാമത് ഇറങ്ങുന്നു, ഒരു മാച്ചിൽ 4-ാമത് ഇറങ്ങുന്നു, പിന്നെ 6-ാമത് ഇറങ്ങുന്നു, 8-ാമത് വരെ KL രാഹുൽ ഇറങ്ങിയിട്ടുണ്ട് ഇന്ത്യക്ക് വേണ്ടിയിട്ട്. അപ്പോൾ പുള്ളിക്ക് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു നമ്പർ 5 പൊസിഷൻ കൊടുക്കണം, ഒരു സോളിഡ് ബാറ്റിംഗ് ലൈനപ്പ് കൊണ്ടുവരണം എന്ന് പറയുമ്പോൾ ആ നമ്പർ 5 വന്ന് അക്ഷർ പട്ടേൽ കളിച്ചിട്ട് നല്ലൊരു ഹ്യൂജ് ഇമ്പാക്റ്റ് ആണ് നമുക്ക് അക്ഷർ പട്ടേൽ തന്നിട്ടുള്ളത് ത്രൂ ഔട്ട് ഈ ടൂർണമെന്റ്. പക്ഷെ ഫൈനലിൽ പുള്ളിക്ക് താളം തെറ്റി, എസ്പെഷ്യലി ഔട്ടായ രീതി, ആ സാഹചര്യം. സുനിൽ ഗവാസ്കർ പറഞ്ഞ പോലെ തന്നെ 5 റെക്കോർഡ് റൺ റേറ്റ് ഉണ്ടാവുന്ന സമയത്ത്, ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാൻ എല്ലാം ഔട്ടായിരിക്കുന്ന സമയത്ത് അങ്ങനെ ഒരു ഷോട്ട് കളിക്കേണ്ടി ഇരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അപ്പാർട്ട് ഫ്രം ഫൈനൽ ഇതുവരെ പുള്ളി കളിച്ചത് ഒരു സോളിഡ് പാർട്ണർഷിപ്പ് ഇന്ത്യക്ക് നൽകി. ഇതുവരെ ഒരു ഒറ്റയ്ക്കത്തിന് പോകുന്ന ഒരു റൺസ് സ്കോർ ചെയ്ത് അല്ലെങ്കിൽ ഒരു 5 റൺസ് സ്കോർ ചെയ്ത് അക്ഷർ പട്ടേൽ പോയിട്ട് ഒരു ഇമ്മൻസ് പ്രഷർ രാഹുലിന് കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻ അക്ഷർ പട്ടേലായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടില്ല. അതൊരു ഹ്യൂജ് ഇമ്പാക്ട് ആണ്. കാരണം അക്ഷർ പട്ടേലിനെ നമ്മൾ കണ്ടത് ഒരിക്കലും ഒരു ബാറ്റിംഗ് ഓൾറൗണ്ടർ ആയിട്ടല്ല, ഹാർദിക് പാണ്ഡ്യനെ പോലെയോ രവീന്ദ്ര ജഡേജനെ പോലെ ഒരു ബാറ്റിംഗ് ഓൾറൗണ്ടർ ആയിട്ടല്ല കണ്ടിട്ടുള്ളത്, ഒരു ബൗളിംഗ് ഓൾറൗണ്ടർ ആയിട്ടാണ്. ബൗളർ ഹൂ ക്യാൻ ബാറ്റ് എന്നുള്ള രീതിയിലാണ് അക്ഷർ പട്ടേലിനെ കണ്ടിട്ടുള്ളത്. പക്ഷെ അക്ഷർ പട്ടേൽ നല്ല രീതിയിൽ ബാറ്റും ചെയ്തു, ബോളും ചെയ്തു, ഫീൽഡും ചെയ്തു. നല്ലൊരു ഫൈൻഡിങ് ആണ് നമ്പർ 5 അക്ഷർ പട്ടേൽ. അതുപോലെ തന്നെ ശ്രേയസ് അയ്യർ കഴിഞ്ഞ ന്യൂസിലൻഡിനെതിരെ മാച്ചിൽ ടോപ്പ് സ്കോററായി. ത്രൂ ഔട്ട് ടൂർണമെന്റ് നന്നായിട്ട് കളിച്ചു. ഇന്ത്യക്ക് വേണ്ടി ഈ ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ റൺസ് സ്കോർ ചെയ്തതും ശ്രേയസ് അയ്യറാണ്. ഷോർട്ട് ബോളിനെതിരെയുള്ള ആ ഒരു പ്രശ്നങ്ങളൊക്കെ പുള്ളി നല്ല രീതിയിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. പക്ഷെ അൺസങ് ഹീറോ ആയിട്ട് എനിക്ക് ഈ ഫൈനലിൽ തോന്നിയിട്ടുള്ള ഒരു പ്ലെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ KL രാഹുലാണ്. ഒരിക്കലും ഇത് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം, ഒരു 10 വർഷങ്ങൾക്ക് ശേഷം ഈ ഒരു സ്കോർ കാർഡ് നോക്കുന്ന സമയത്ത് KL രാഹുൽ കളിച്ച ഇന്നിങ്സിനെ മഹത്വൽക്കരിക്കാനും കഴിയില്ല, ആർക്കും കഴിയില്ല. പക്ഷെ ഇന്ന് കളി കണ്ട ഓരോ പ്രേക്ഷകനും മനസ്സിലാവുന്ന ഒരു കാര്യം, ഓരോ ക്രിക്കറ്റ് ആരാധകനും മനസ്സിലാവുന്ന ഒരു കാര്യം, നമ്പർ 6 പുള്ളി കൊണ്ടുവരുന്ന ഒരു സോളിഡിറ്റി, ഒരു കോൺക്രീറ്റ് ഇന്നിങ്സ്, കൃത്യമായിട്ടുള്ള കാൽക്കുലേഷൻ വെച്ചിട്ടുള്ള ഒരു സ്കോറിംഗ് ആണ്. റണ്ണേ ബോൾ പുള്ളി കളിച്ചു, വേസ്റ്റ് ചെയ്തിട്ടില്ല. പൊതുവെ ഒരുപാട് ഡോട്ട് ബോൾസ് കളിച്ച് ഒരുപാട് സെറ്റ് ആവാൻ ഒരുപാട് ടൈം എടുക്കുന്ന ഒരു പ്ലെയർ ആണ് രാഹുൽ. പക്ഷെ ഇന്ന് അത്രയും സോളിഡ് ആയിട്ടാണ് പുള്ളി ഇന്ന് ബാറ്റ് ചെയ്തത്. കോൺക്രീറ്റ് ഇന്നിങ്സ് ആണ്. റണ്ണേ ബോൾ നീ അടിച്ചോ, ഞാൻ ഇവിടെ ഉണ്ട് എന്നുള്ള രീതിയിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ് പുള്ളി ഇന്ന് കൊണ്ടുവന്നു. നല്ല രീതിയിൽ പുള്ളി സ്കോർ ചെയ്തു. അതുപോലെ തന്നെ ടുവേർഡ്സ് ദി എൻഡ് ഹാർദിക്കിനും ജഡേജയ്ക്കും ഒരു പ്രഷർ ഇല്ലാതെ സ്കോർ ചെയ്യാനും വീശി അടിക്കാനും ഒക്കെ തോന്നിയിട്ടുള്ള ആ ഒരു മെന്റാലിറ്റി വരാൻ കാരണം, ആ ഒരു ഇന്റന്റ് അവർ കാണിക്കാൻ കാരണം KL രാഹുലിന്റെ സോളിഡ് ആയിട്ടുള്ള ഒരു ഇന്നിങ്സ് ആണ്. സോ ഈ 3 പ്ലേയേഴ്സിനെ കുറിച്ചും ഷിഹാബിന്റെ ഒപ്പീനിയൻ എന്താണ്? അക്ഷർ പട്ടേൽ, ശ്രേയസ് അയ്യർ, അതുപോലെ തന്നെ KL രാഹുൽ. അതെ, ഞാൻ KL രാഹുലോട്ട് വരാം. ഞാനൊരു പണ്ട് KL രാഹുൽ ഫാൻ ആയിരുന്നു. ആക്ച്വലി അയാളെ IPL വരവ് തന്നെ ടച്ച് തകർത്തുകൊണ്ടുള്ള വരവായിരുന്നു. പിന്നീട് അയാൾ ഇന്ത്യൻ ടീമിലോട്ട് വന്നിട്ട് കുറച്ച് കാലങ്ങൾക്ക് ശേഷം അയാളുടെ ഇന്റന്റിൽ വളരെ മാറ്റം വന്നിരുന്നു. പക്ഷെ അയാൾ ഈ ടൂർണമെന്റിൽ കളിച്ച 5 മത്സരങ്ങളിലും നല്ല രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. വലിയ ഇന്നിങ്സുകളല്ല, പക്ഷെ അവിടെ വന്നിട്ട് നല്ല ഇന്നിങ്സുകൾ കളിക്കുന്നുണ്ട്. ഓസ്ട്രേലിയക്കെതിരെയുള്ള 43 റൺസ് എങ്ങാനോ അതിന്റെ തോൽക്കുമായിരുന്ന മാച്ച്. ബംഗ്ലാദേശിനെതിരെയുള്ള മത്സരമായാലും നല്ല രീതിയിൽ അയാൾ കോൺട്രിബ്യൂട്ട് ചെയ്ത്. പിന്നെ ബാക്കി 2 മത്സരങ്ങൾ വലിയൊരു പ്രശ്നം ഉണ്ടാക്കുന്ന കാര്യങ്ങളല്ലായിരുന്നു. ഫൈനലിൽ വീണ്ടും അയാൾ ആ സ്റ്റാർട്ടിങ്ങിൽ വന്ന്, ഞാൻ സത്യം പറഞ്ഞാൽ തകർന്നെന്ന് കരുതി ഇന്ത്യ. ഒരു ഘട്ടത്തിൽ ഇന്ത്യൻ റെക്കോർഡ് റൺ റേറ്റ് 7 മുകളിലോട്ട് പോകാൻ അയാൾ അനുവദിച്ചിട്ടില്ല. ഹർദിക്കിന്റെ കൂടെ ആയാൽ പോലും അയാൾ റണ്ണേ ബോൾ മിനിമം സ്കോർ ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഇന്നിങ്സ് സത്യം പറഞ്ഞാൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഇന്നിങ്സ് ഫൈനൽസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഉൾപ്പെടുത്താവുന്ന ഒരു ഇന്നിങ്സ് ആണ് രാഹുൽ കളിച്ചിട്ടുള്ളത്. കാരണം സ്കോർ ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു. ഈവൻ ക്വാളിറ്റി പ്ലേയേഴ്സ് ആയിട്ടുള്ള രോഹിത്തും ശ്രേയസ് അയ്യറും വരെ മിഡിൽ ഓവേഴ്സിൽ സ്പിന്നിനെതിരെ നല്ല സ്ട്രഗിൾ ചെയ്ത ബാറ്റേഴ്സ് ആയിരുന്നു. ആ ഒരു സെയിം പിച്ചിൽ, സെയിം മത്സരത്തില്, സെയിം സിറ്റുവേഷനിലാണ് അയാള് സിമ്പിൾ ആയിട്ട് കളിച്ചു പോകുന്നത്. പിന്നെ അയാള് 6-ാമത് ഇറക്കുന്നതിന്റെ മെയിൻ ഉദ്ദേശം, ഇന്ത്യക്ക് നല്ല ഫിനിഷേഴ്സ് ഇല്ല, ഹർദിക്കാണ് ഒരു ഫിനിഷർ ഉള്ളത്. അയാള് കുറച്ചു കാലമായിട്ട് ക്വാളിറ്റിയിൽ കുറച്ച് ഡ്രോപ്പ് വന്നിട്ടുണ്ട്, വീണ്ടും ഇപ്പൊ തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ ഹർദിക്, രാഹുൽ എന്നുള്ള ഫിനിഷിംഗ് ഹിറ്റേഴ്സ്, അപ്പൊ ആ ഒരു ഇതിലാണ് രാഹുലിനെ 6-ാമതിട്ട് മാറ്റിയിട്ടുള്ളത്. 5-ാമത് ഇന്ത്യക്ക് നല്ല സോൾഡ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ വേണേനും. 2 രാഹുൽ ചെയ്യും, പക്ഷെ 6-ാമതൊരു ഫിനിഷർ വേണമെന്നുള്ളതുകൊണ്ട് അയാളെ ഫിനിഷിലോട്ട് മാറ്റി. അക്ഷർ പട്ടേലിലോട്ട് വന്നു കഴിഞ്ഞാൽ അക്ഷർ ആക്ച്വലി കുറെ കാലങ്ങളായിട്ട് ക്രിക്കറ്റ് കളിക്കുന്നത്, എന്നാൽ കൺസിസ്റ്റന്റ് ആയിട്ട് കളിക്കുന്നില്ല. അയാളെ ഫോമല്ല, അയാൾ ഇന്ത്യൻ ടീമിൽ വന്നു പോകുന്ന ഒരു പ്ലെയർ ആണ്. ഇപ്പോഴാണ് കുറച്ചെങ്കിലും മത്സരങ്ങൾ അടുപ്പിച്ചടുപ്പിച്ച് വരുന്നത്. ഇന്ന് ആ ഒരു 6 മാറ്റി നിർത്തി കഴിഞ്ഞാൽ കുറച്ച് ബോർ ഇന്നിങ്സ് ആയിരുന്നു. അയാൾ നല്ല രീതിയിൽ സ്ട്രഗിൾ ആയിരുന്നു. പിന്നെ ആ വിക്കറ്റും വലിച്ചെറിഞ്ഞ് പോകുന്ന പോലെ തോന്നിയത്. ശ്രേയസ് അയ്യർ, അയാള് കഴിഞ്ഞ സീരീസിലെ വിരാട് കോഹ്ലിക്ക് എന്തോ പനിയാണെന്ന് പറഞ്ഞിട്ട് അയാൾ സിനിമ കണ്ടോണ്ടിരിക്കുമ്പോഴാണ് ആളെ വിളിക്കുന്നത്.
അപ്പോ നാളെ മത്സരം ഉണ്ട്, നാളെ വരണം എന്നുള്ള രീതിയിൽ ഒരുന്ന് അടിക്കുന്നു, നല്ല ഇന്നിങ്സ് കാഴ്ച വെക്കുന്നു, അടുത്ത മത്സരത്തിലും അവസരം ഉണ്ടാവും. സോ വെയിറ്റ് ചെയ്യുന്നുള്ള രീതിയിൽ അടുത്ത മത്സരത്തിൽ വീണ്ടും 50 അടിക്കുന്നത്. അപ്പോ ചാമ്പ്യൻസ് ട്രോഫി കോളിലോട്ട് വരുന്ന രണ്ടാമത്തെ മത്സരത്തിന് ശേഷമാണ് ചാമ്പ്യൻസ് ട്രോഫി ടീമിൽ തിരഞ്ഞെടുക്കുന്നത്. അല്ലെങ്കിൽ ചാമ്പ്യൻസ് ട്രോഫി ടീമിൽ ആൾ വരില്ലായിരുന്നു. കാരണം ഇന്ത്യൻ സെൻട്രൽ കോൺട്രാക്ടിനെ പറ്റി എന്തൊക്കെ തർക്കങ്ങൾ നടക്കുന്ന സമയത്താണ് അയാൾ പോകുന്നത്, അയാളും ഇഷൻ കിഷനും ഒക്കെ. അപ്പൊ അയാൾ ടീമിക്ക് വരുന്നത് തന്നെ പെട്ടെന്നുള്ള ഒരു കോളാണ്. പക്ഷെ അയാൾ കഴിഞ്ഞ വേൾഡ് കപ്പിൽ നല്ല രീതിയിൽ ഫൈനൽ മാറ്റി നിർത്തി കഴിഞ്ഞാൽ 480+ റൺസ് അങ്ങനെ അയാൾ സ്കോർ ചെയ്തിട്ടുണ്ട്, സെമിയിൽ സെഞ്ചുറി അടക്കം. അങ്ങനെ ഒരു ബാറ്ററെ സെൻട്രൽ കോൺട്രാക്ട് ഒന്ന് റിമൂവ് ചെയ്യുന്നു, പിന്നീട് അത് ടീമിൽ നിന്ന് കുറച്ചു കാലം മാറി നിൽക്കപ്പെടുന്നു, പിന്നെ വീണ്ടും തിരിച്ചു വന്ന് സീരീസിൽ കിടിലനായിട്ട് ബാറ്റ് ചെയ്യുന്നു. എനിക്ക് തോന്നുന്നു ഒറ്റ വട്ടം മാത്രം പുറത്തായതുകൊണ്ട് നല്ല രീതിയിലുള്ള ഇന്നിങ്സുകൾ കാഴ്ചവെക്കുന്നു. പിന്നെ ഷോർട്ട് ബോളുകൾക്കെതിരെയുള്ള ആ പ്രശ്നങ്ങളൊക്കെ നല്ല രീതിയിൽ പരിഹരിച്ച് സിക്സറുകൾ ഫസ്റ്റ് മത്സരത്തിന് അയാൾ 3 സിക്സർ അങ്ങനെ ഷോർട്ട് ബോളിനെതിരെ മാത്രം അടിച്ചിട്ടാണ് തിരിച്ചു വരുന്നത്. അയാൾ ഈ ടൂർണമെന്റിൽ ഇപ്പോൾ ഇന്ത്യയുടെ ടോപ്പ് സ്കോറർ ആയിട്ട് മാറിയതുകൊണ്ട് ഫൈനലിലും നല്ലൊരു ഇന്നിങ്സ്. ഫൈനലിൽ ആ വിക്കറ്റ് പോയ ബോൾ എന്താ പറയാ, ആ ഷോട്ട് മോശമായിരുന്നെങ്കിൽ പോലും 48 റൺസ് എന്നുള്ളത് ആ 3 വിക്കറ്റ് ഉടനെ കണ്ടിന്യൂസ് ആയിട്ട് പോയ സമയത്ത് അടിച്ചെടുക്കുക എന്നുള്ളത് സുഖമായിട്ടുള്ള കാര്യമല്ല. അത് അയാൾ നേടിയിട്ടുണ്ടെങ്കിൽ ഇന്ത്യക്ക് മത്സരത്തിൽ നല്ല രീതിയിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അയ്യർ പിന്നെ രാഹുൽ, ഈ രണ്ടുപേരുടെ റൺസും ആക്ച്വലി സ്കോർ കാർഡിൽ നോക്കുമ്പോൾ വലിയ നമ്പറുകളല്ലായിരിക്കും, പക്ഷെ നല്ല രീതിയിൽ ഇന്ത്യക്ക് ഹെൽപ്പ് ആയിട്ടുള്ള ഇന്നിങ്സുകളായിരുന്നു. കാരണം ഇന്ന് സ്കോറിങ് വൻ ബുദ്ധിമുട്ടായിരുന്നു. കളി കണ്ടവർക്ക് മനസ്സിലാവും, ആ പിച്ചിൽ നല്ല രീതിയിൽ സ്ലോ ബോളുകൾ ടേൺ ചെയ്യുന്നുണ്ടായിരുന്നു. സ്പിന്നേഴ്സിന്റെ സ്ലോ ബോളുകൾ നല്ല രീതിയിൽ ടേൺ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ നല്ല ബുദ്ധിമുട്ടായിരുന്നു പിക്ക് ചെയ്യാന്നുള്ളത്. അത് പിക്ക് ചെയ്തിട്ട് രണ്ടുപേരും നല്ല രീതിയിൽ സ്കോർ ചെയ്തിട്ടുണ്ട്. രാഹുല് അപ്രീസിയേഷൻ അർഹിക്കുന്നുണ്ട്, കാരണം നല്ല തെറികൾ കേൾക്കുന്ന പ്ലെയർ ആണ്. അത് അയാളുടെ ഇന്റന്റ് കൊണ്ടാണ്. പക്ഷെ അയാൾ ഈ ടൂർണമെന്റിൽ നല്ല വൃത്തിക്ക് കളിച്ച്, അതുകൊണ്ട് തന്നെ അയാൾ അപ്രീസിയേഷൻ അറിയിക്കുന്നുണ്ട്. വരുൺ ചക്രവർത്തിയിലോട്ട് വന്നു കഴിഞ്ഞാൽ നോക്കാം. ഇപ്പൊ ഇതുവരെ കളിച്ചത് വെച്ചിട്ട് അത് നല്ല ഫോമാണ്. പിന്നെ കുറച്ചുകൂടെ എക്സ്പെരിമെന്റ് ചെയ്യേണ്ടതുണ്ട്. എനിക്കറിയില്ല അയാളുടെ ഫ്യൂച്ചർ എന്താവും എന്നുള്ളത്. ഈ ഒരു ചാമ്പ്യൻസ് ട്രോഫി വിജയത്തോടെ ഇന്ത്യക്ക് വന്നിട്ടുള്ള ഒരു റെക്കോർഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചാമ്പ്യൻസ് ട്രോഫി വിജയിക്കുന്ന ടീം ഇന്ത്യയാണ്. 2006-ലും 2009-ലും ഓസ്ട്രേലിയ തുടരെ ചാമ്പ്യൻസ് ട്രോഫി വിജയിച്ചിട്ട് 2 ടൈറ്റിലുകൾ നേടുന്ന ഒരു ടീമായിട്ട് ഓസ്ട്രേലിയ മാറി. 2002-ല് നമുക്കൊരു ഷെയർഡ് ICC ചാമ്പ്യൻസ് ട്രോഫി ഉണ്ടായിരുന്നു. ശ്രീലങ്കയോട് മഴ മൂലം രണ്ടാമത്തെ ദിവസം കളി തടസ്സപ്പെടുത്തിയതോടെ ഇന്ത്യയായിട്ട് ഷെയർ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വന്നിരുന്നു. 2002 നമ്മുടെ ശരിക്കും പറയുകയാണെങ്കിൽ ആദ്യത്തെ ചാമ്പ്യൻസ് ട്രോഫി. അതിനുശേഷം 2013-ലാണ് നമുക്ക് ഒരു ചാമ്പ്യൻസ് ട്രോഫി കിട്ടുന്നത്. ഇത് 3ാമത്തെ ചാമ്പ്യൻസ് ട്രോഫി ടൈറ്റിലാണ്. അസോസിയേറ്റ് നേഷൻസിൽ ക്രിക്കറ്റ് കൊണ്ടുവരണം എന്നൊരു ഉദ്ദേശത്തോടെ തുടങ്ങിയ ഒരു ടൂർണമെന്റ് ആണ് നോക്കൌട്ട് ടൂർണമെന്റ് ആയിട്ടുള്ള ഈ ഒരു ചാമ്പ്യൻസ് ട്രോഫി. അതിൽ ഹോസ്റ്റിംഗ് നേഷൻ ആയിട്ടുള്ള ബംഗ്ലാദേശ് ഈ ചാമ്പ്യൻസ് ട്രോഫിയും കളിച്ചു. അവരിപ്പോ ഒരു ഫുൾ മെമ്പർ ടീമാണ്. IPL കുറിച്ച് മെൻഷൻ ചെയ്യേണ്ടതാണ്. ഇന്ത്യൻ ടീമിന്റെ ഫോമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ IPL കുറിച്ച് മെൻഷൻ ചെയ്യേണ്ടത്, കാരണം നല്ല രീതിയിൽ പ്ലേയേഴ്സ് വരാൻ കാരണമായിട്ടുള്ള ടൂർണമെന്റ് ആണ് IPL. T20 ഫോർമാറ്റ് വന്നതിന് ശേഷം ODI ഫോർമാറ്റിന് തന്നെ ഒരു പ്രശ്നം വന്നു. ചാമ്പ്യൻസ് ട്രോഫി നടത്തണോ വേണ്ടെന്നുള്ള ഡിസ്കഷൻ ഉണ്ടായിരുന്നു. അവസാനം കൊണ്ടുവന്നു. പക്ഷേ ഈ ഒരു ചാമ്പ്യൻസ് ട്രോഫി ഇന്ത്യ വിജയിച്ചത് കൊണ്ട് തന്നെ സ്വീകാര്യത നല്ല രീതിയിൽ വീണ്ടും കൂടിയിട്ടുണ്ട് ചാമ്പ്യൻസ് ട്രോഫിക്ക്. ഇനി നെക്സ്റ്റ് വരാൻ പോകുന്ന ചാമ്പ്യൻസ് ട്രോഫി 2029-ലാണ്. എനിക്ക് തോന്നുന്നു അത് ഇന്ത്യയിൽ വെച്ചാണ് നടക്കുന്നതെന്ന് തോന്നുന്നു. 2029-ലാണ് ചാമ്പ്യൻസ് ട്രോഫി വരാൻ പോകുന്നത്. ജൂണിൽ WTC ഫൈനൽ നടക്കാൻ പോവാണ് ഈ സൈക്കിളിന്റെ. അതിൽ ഓസ്ട്രേലിയയും സൗത്ത് ആഫ്രിക്കയുമാണ് ഫൈനലിൽ ഏറ്റുമുട്ടുന്നത്. നെക്സ്റ്റ് വീക്ക് മുതൽ IPL സ്റ്റാർട്ട് ചെയ്യാണ്. IPL-നും നമ്മൾ നമ്മുടെ ഒരു ടീം അനലൈസിസ് അല്ലെങ്കിൽ പ്രീവ്യൂ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. നമ്മുടെ ഭാഗത്ത് നിന്ന് മാക്സിമം വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കും. IPL സംബന്ധമായിട്ട് അതിന്റെ പ്രീവ്യൂസ് ഉണ്ടായിരിക്കും. ഓരോ മാച്ചസിന് ശേഷവും റിവ്യൂ മാക്സിമം നമുക്ക് ചെയ്യാൻ ശ്രമിക്കാം. ഇത് സ്റ്റാർട്ടിംഗ് ആയതുകൊണ്ട് തന്നെ അതിന്റെ ലിമിറ്റേഷൻസ് ഉണ്ട്. ബട്ട് സ്റ്റിൽ ഫസ്റ്റ് വീഡിയോയ്ക്ക് നല്ലൊരു സ്വീകാര്യതയാണ് വന്നിട്ടുള്ളത്. എല്ലാവരും നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു സപ്പോർട്ട് ഇനിയും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണം. ഷെയർ ദിസ് വീഡിയോ. നമുക്ക് ഇനിയും ഒരുപാട് ക്രിക്കറ്റിനെ കുറിച്ച് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരും നമ്മുടെ വീഡിയോയിൽ വരണം എന്നുണ്ട്. സോ അവരെയും നമ്മൾ ഇൻവൈറ്റ് ചെയ്യുകയാണ്. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് വിൽ സീ യു ബാക്ക്. താങ്ക് യു.